എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഈ ലോകത്തിൻ്റെ യാത്ര എങ്ങോട്ടെന്ന മനുഷ്യൻ പരസ്പരം ചോദിച്ചു തുടങ്ങിയിട്ട് കാലം കുറേയായി. ചരട് പൊട്ടിയ പട്ടം പോലെ ലോകം നാശത്തിലേക്ക് കുതിച്ചു പായുകയാണ്. ഒരു മടങ്ങിവരവ് ഉണ്ടാകണമെങ്കിൽ ദൈവം ഈ ലോകത്തെ സന്ദർശിക്കേണ്ടിയിരിക്കുന്നു, അഥവാ ഒരു ഉണർവിനെ അയക്കേണ്ടിയിരിക്കുന്നു. മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതിക്രമത്തിൻ്റെയും നിലയിൽ മനുഷ്യൻ ഇന്ന് നാശത്തിലേക്ക് പോകുന്നു. ദൈവസ്നേഹം നഷ്ടപ്പെട്ട തലമുറയായി ക്രിസ്തീയ സമൂഹത്തിലുള്ളവരും മാറുന്നു. ദൈവഭയം മനുഷ്യനിൽ നിന്ന് ദൂരെയായിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവസന്നിധി നിലവിളിക്കുന്ന ദൈവമക്കളെ ദൈവം എഴുന്നേൽപ്പിക്കുകയും ഈ നാശത്തിലേക്ക് പോകുന്നവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ക്രൈസ്തവ സഭയ്ക്ക് ഇന്നത്തെ ആവശ്യം ഒരു ആത്മീയ ഉണർവാണ്. ദൈവത്തിന് മാത്രമേ ഉണർവ് അയക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം വ്യക്തി ജീവിതങ്ങളെ തട്ടി ഉണർത്തുമ്പോൾ അത് ഉണർവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഉണർവിൻ്റെ ആദ്യ ഭാഗം ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നതാണ്. ദൈവജനത്തിൻ്റെ അകൃത്യങ്ങളും പാപങ്ങളും പൂർണ്ണമായും നീക്കപ്പെടണം. ദൈവത്തിൻ്റെ കോപം ജനത്തിൽ നിന്ന് വിട്ടുമാറണം. ഉണർവ് അയക്കുന്നത് ദൈവമാണ്. ഉണർവിന് ആധാരം ഏലിയാവിൽ കൂടി ദൈവം ചെയ്തതാണ്. ഏലിയാവ് യാഗപീഠത്തിനാൾ വിറക് അടുക്കി അതിൽ 12 തൊട്ടി വെള്ളം ഒഴിച്ചു. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 32 മുതൽ 35 വരെ വാക്യങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയും. എന്തെന്നാൽ മാനുഷികമായ ഇരുവിധത്തിലും തീ ഇറങ്ങരുത്, തീ ഇറങ്ങേണ്ടത് ദൈവത്തിൽ നിന്ന് മാത്രമായിരിക്കണം എന്ന് ഏലിയാവ് ആഗ്രഹിച്ചു. ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ടാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്. ദൈവത്തെ നയിക്കുന്ന ഉണർവ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. മാനുഷികമായി ഉണ്ടാക്കുന്ന ഇളക്കപ്പെരുപ്പത്തിന് ആയുസ് ഉണ്ടായിരിക്കുകയില്ല. ഒരാത്മീയ ഉണർവിന് വേണ്ടത് പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് എന്തെല്ലാം ആത്മീയ നന്മകളാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ചൈനയിൽ ഇൻലാൻഡ് മിഷൻ സ്ഥാപിച്ചത് ഹഡ്സൺ ടൈലറാണ്. അനേകരെ അവിടെ കർത്താവിലേക്ക് നേടുവാൻ ആ ദൈവദാസന് ഇടയായി. സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഹഡ്സൺ ടൈലറിനെ കണ്ടിട്ടുള്ളത് മുട്ടുമേൽ നിൽക്കുന്നവനായി മാത്രമാണ്, അഥവാ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ഉണർവ് ആരംഭിച്ചു കഴിയുമ്പോൾ ദൈവജനം വേദപുസ്തകങ്ങളിലേക്ക് മടങ്ങി വരും. ദൈവജനത്തോടുള്ള സ്നേഹം, വായിക്കാനുള്ള ആർത്തി, ദൈവജനപ്രകാരം ജീവിക്കാനുള്ള കൊതി ദൈവജനങ്ങളിൽ വർദ്ധിക്കും. ജനം ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. അനുതാപത്തിൻ്റെ ഉണർവിൻ്റെ മറ്റൊരു രഹസ്യം പ്രാർത്ഥനയാണ്. നമ്മുടെ സഭയ്ക്കും ദൈവമക്കൾക്കും ഇന്ന് ആവശ്യം ഈ അനുതാപമാണ്. അനുതാപത്തോടു കൂടിയുള്ള മടങ്ങിവരവ് ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധിയിലേക്ക് മടങ്ങി വരിക, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരിക എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ് അനുതാപം? പാപത്തെ പാപമായി കാണാൻ കഴിയുക, പാപത്തെക്കുറിച്ച് ലജ്ജിക്കുക, പാപത്തെ ഏറ്റുപറയുക, പാപത്തെക്കുറിച്ച് ദുഃഖിക്കുക എന്നൊക്കെ അനുതാപത്തിന് വിവരണമുണ്ട്. ഈ പ്രമാണങ്ങളിലേക്ക് ദൈവജനം മടങ്ങി വരുമ്പോൾ യഥാർത്ഥ ഉണർവ് അനുഭവിക്കും. തൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന് മുഖം അന്വേഷിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പൂർവികന്മാർ കരഞ്ഞ് നിലവിളിച്ചപ്പോഴാണ് ദൈവം ദേശത്തെ ഉണർവിനെ അയച്ചത്. നമുക്കും അനുദപിക്കാം, കരയാം, നിലവിളിക്കാം. ദൈവം തീർച്ചയായും നമ്മുടെ ഇടയിൽ ഉണർവിനെ അയക്കും. ദൈവം ഒരു ഉണർവിനെ അയക്കുന്നില്ലെങ്കിൽ ദേശം അന്ധകാരത്താൽ നിറയും. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ യിരെമ്യാവ് പ്രാർത്ഥിച്ച പോലെ, ദൈവമേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ ദേശത്ത് വീണ്ടും അനുഗ്രഹത്തിൻ്റെ മാരി പെയ്യ്ക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്.